നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ത്യയിൽ 2013-14 ഘട്ടത്തിൽ BJPയുടെ ബി ടീമായി വന്നു ഡൽഹിയും പഞ്ചാബും ഒക്കെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഭരണം പിടിച്ചെടുത്ത ആം ആദ്മി പാർട്ടിയുടെ ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. BJPയുടെ വളർച്ചയ്ക്ക് ബദലാകുന്ന സംവിധാനമായി മാറിയപ്പോൾ പഞ്ചാബിൽ അധികാരം പിടിച്ച് ഗുജറാത്തിലേക്കൊക്കെ ആം ആദ്മി പാർട്ടി ശക്തമായ വളർച്ച ഉണ്ടാകുമെന്ന കണ്ട സമയത്താണ് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയെപ്പോലും കള്ളക്കഥയുടെ അല്ലെങ്കിൽ ഇല്ലാത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജയിലിലടച്ച് ഭരണം തിരിച്ചു പിടിച്ച ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അതിൻ്റെ നേതാവാണ് അമിത്ഷായും നരേന്ദ്രമോദിയും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കുതിരക്കച്ചവടത്തിലൂടെ സമ്പത്തെറിഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ED ഉപയോഗിച്ചുകൊണ്ടൊക്കെ രാജ്യത്തെ വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരെ ഒക്കെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് അലക്കി വെളുപ്പിക്കുന്നത് പോലെ BJPയിൽ ചെല്ലുന്നവരുടെ അഴുക്ക് അല്ലെങ്കിൽ അഴിമതി കഴുകിക്കളയുന്ന പാർട്ടിയായി, വാഷിംഗ് മെഷീനായി BJP മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം നെറികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവർ ഇന്നും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയും വളരെ വലുതായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായി പ്ലാനിംഗ് കമ്മീഷനുകളും ഭരണഘടനയുമൊക്കെ ഉണ്ടാക്കി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് സംവിധാനത്തെ ഉണ്ടാക്കിയെടുത്ത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, ആ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യയെ കെട്ടിപ്പടുക്കി വ്യാവസായികപരമായും കാർഷികപരമായും രാജ്യത്ത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. പഞ്ചവത്സര പദ്ധതികളും അതോടൊപ്പം തന്നെ നോൺ അലൈൻമെൻറ്റ് മൊമെൻറ്റും തുടങ്ങി ഈ രാജ്യത്ത് വളരെ സുതാര്യമായ സംവിധാനത്തിലൂടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും റിപ്പബ്ലിക്കൻ ആശയങ്ങളും ജനങ്ങളുടെ ഹൃദയത്തിൽ നൽകിക്കൊണ്ട് നാനാത്വത്തിലേകത്തിൽ അടിസ്ഥാനപ്പെടുത്തി എല്ലാവരും ഒരമ്മയുടെ മക്കളെന്ന പോലെ ജീവിക്കുന്ന തലത്തിലേക്ക് കടന്നുവന്ന് ഈ രാജ്യത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലായി വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി, IITകളും IIMകളും ഉണ്ടാക്കി, ബാങ്കുകളെ ദേശസാൽക്കരിച്ച് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിലൂടെ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കി അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യമാക്കി മാറ്റിയ കോൺഗ്രസ് പാർട്ടി. എന്നാൽ BJP ഇന്നും പറയുന്നത് കോൺഗ്രസ് ഭരിച്ച് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ 75 വർഷങ്ങളിൽ 20 വർഷത്തോളം BJPയാണ് ഇന്ത്യ ഭരിച്ചത്, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും. ഒരു രാജ്യത്തെ ഇത്രമാത്രം ഡെവലപ്മെൻറ്റായി ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും MRൻ്റെയും XRൻ്റെയും ഒക്കെ കടന്നുവരവോടുകൂടി രാജ്യത്ത് സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട 12-15 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസ് ഭരിച്ച് അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന എല്ലാ സംവിധാനങ്ങളല്ലാതെ ഒരു സംവിധാനം തൊട്ടുനോക്കാൻ BJP ഈ 12 വർഷങ്ങളോ വാജ്പേയി ഭരിച്ച 6 വർഷങ്ങളിലോ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ IK ഗുജറാളിനെ പോലെ പല നേതാക്കന്മാർക്ക് പിന്തുണ നൽകി കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ BJP ഇന്നും പറയുന്നത് കോൺഗ്രസിനെ പഴിചാരുകയാണ്, കോൺഗ്രസ് നേതൃത്വത്തെ പഴിചാരുകയാണ്. ഏതർത്ഥത്തിലാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? അങ്ങനെയുള്ള BJP കോൺഗ്രസിൽ നിന്ന് പല നേതാക്കന്മാരെ അടർത്തിയെടുത്തതുപോലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നേതാക്കന്മാരെ അടർത്തിയെടുക്കുന്നു. എങ്ങനെ?
രാഷ്ട്രീയപരമായി ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവർ ED ഉപയോഗിച്ച് രാജ്യത്തെ നേതാക്കന്മാരെ വിരട്ടി അവരുടെ പാർട്ടിയിൽ ചേർപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുകയാണ്. പുതിയൊരു പ്രക്രിയയാണ്. ഇതാ രാജ്യത്ത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ആപ്പ്, അത് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ഏറ്റവും വലിയ കൊള്ളക്കാർ BJPക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന, മതം മാത്രം കുത്തി നിറയ്ക്കുന്ന, വർഗീയത മാത്രം കുത്തി നിറയ്ക്കുന്ന, ചാണകം കഴിക്കാൻ കൊടുക്കുന്ന സംസ്കാരത്തിനെതിരെ ചോദ്യം ചെയ്യാൻ എന്ന ആപ്പ് തയ്യാറായോ അന്ന് മദ്യനയം എന്ന് പറയുന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനമില്ലാത്ത കേസ് മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അകത്തിട്ടടച്ചിട്ട് അവർ നിയമലംഘനം നടത്തി. അങ്ങനെ ആ സംസ്ഥാനത്തെ ഭരണം കൂടി BJP തിരിച്ചുപിടിച്ച് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഒരു കാരണവശാലും പഞ്ചാബികൾ BJPയെ ഉൾക്കൊള്ളില്ല. പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഒരു MP സീറ്റ് പോലും ലഭിക്കാതിരുന്നിടത്ത് 7 MPമാരെ പൈസ കൊടുത്തു വാങ്ങി ചണ്ട എന്ന് പറയുന്ന രാഘവ് ചണ്ട എന്ന് പറയുന്ന ചന്തയെ കൊണ്ട് അവിടെ അധികാരം പിടിച്ചു വാങ്ങിയിരിക്കുക. ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അതിഷി മുൻ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ബംഗാളിൽ സ്ത്രീകൾക്ക് 3000 രൂപ വെച്ച് മന്ത്ലി കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരം പിടിക്കാൻ പോകുന്ന BJPയുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മറുപടിയാണ് ഡൽഹിയിൽ 2025 മാർച്ചിൽ നടത്തിയിരുന്ന പ്രഖ്യാപനമായിരുന്നു 2000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന്. നാളിതുവരെ 1.5 വർഷത്തോളമായിട്ട് അവിടെ അവർക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ബസ്സിൽ ഫ്രീ ആയി സ്ത്രീകൾ യാത്ര ചെയ്യുന്നിടത്ത് ഇന്ന് അവിടെ അത് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് അവിടെ മാറ്റപ്പെട്ടു. സ്ത്രീകൾ മര്യാദ പഠിച്ചിരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ്. ഇടിച്ചു പൊളിക്കൽ വളരെ ശക്തമായിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ വിൽക്കുന്ന അവസ്ഥയിലെത്തിക്കുകയും. മോദിക്ക് ഒരു വൈകല്യമുണ്ടെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. അത് എപ്സീൻ ഫയലുകൾ അതിനുദാഹരണമാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ BJPയുടെ MP ആയിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയും മധു കിഷോറും പറഞ്ഞത് എന്താണ്? മോദിയോടൊപ്പം കിടപ്പറ പങ്കിട്ടിട്ടുള്ള, അന്തി ഉറങ്ങിയിട്ടുള്ള 4 സ്ത്രീകൾ അവർ ഇന്ത്യയുടെ MPമാരും അതോടൊപ്പം തന്നെ മന്ത്രിമാരുമായിട്ടുണ്ട്. ഞാൻ ഇത്രയും മോശപ്പെട്ട രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടില്ല എന്ന് സുബ്രഹ്മണ്യ സ്വാമി അവരുടെ MP പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ, ഒരു കേസെടുക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ രാജ്യം അധംപതിച്ചു കഴിഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മോദിയെപ്പറ്റി ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോഴൊക്കെ ഗോമൂത്രം കുടിക്കുന്നവരും ചാണകം ഭക്ഷിക്കുന്നവരുമൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: കാലഘട്ടം മാറും, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും, ജനത്തിന് വിവേകം വരും. സ്കൂളുകൾ എത്ര അടച്ചുപൂട്ടിയാലും പട്ടിണി കിടക്കുന്ന ജനം ഇന്നല്ല നാളെ അവരുടെ സുഖന്വേഷികളായി അവർ മാറുമ്പോൾ ഉറപ്പായും BJP ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയപ്പെടും. BJP ഇപ്പോൾ നിലവിൽ അടുപ്പിച്ച് 12 വർഷം ഇന്ത്യ ഭരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് 12 വർഷം കൊണ്ടൊരു രാജ്യത്തെ നശിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം നശിപ്പിച്ചു. ജനങ്ങൾ തിരിച്ചറിയുക. രാജീവ് ചന്ദയെ പോലെ, രാജീവ് ചന്ദ പോയതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല. കാരണം അവൻ്റെ നേച്ചർ അങ്ങനെയാണ്. അവനെ EDയെ കൊണ്ട് സന്ദീപ് പഥക്കിനെയും അശോക് മിത്തലിനെയും പോലെ ഉള്ളവരെ പോലും EDയുടെ വലിയ ഇടപെടലുകൾ കൊണ്ടാണ് പറയാം, ഇന്ത്യയിൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ കടന്നു വരികയില്ല. അതിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് ഞാൻ ശക്തിയുക്തം പറയുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്: മോദിയെപ്പറ്റി സാധാരണ ജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയുന്ന കാലഘട്ടം. പ്രകാശ് രാജ് എന്ന സിനിമാ നടൻ രാജീവ് ചണ്ടയെ പറഞ്ഞത്, ഇന്ത്യയിലെ പോലീസ് കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂടെ ചേരുന്നു എന്ന് പറയുന്ന സംസ്കാരമാണ് അവർക്കുള്ളത്. വളരെ വ്യക്തമാണ്. രാജീവ് ചണ്ടയെപ്പോലെയുള്ള ഒരു വൃത്തികെട്ട ചന്ത, ആ തരത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു കാര്യം ചിന്തിക്കണം: ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളരുതാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത ഗുണ്ടാ പാർട്ടിയാണ്, വിദ്യാഭ്യാസമില്ലാത്തവരുടെ സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർട്ടിയിൽ അയാൾ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം സമ്മർദ്ദത്തിന് അടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കണം. ഒരു വിദ്യാഭ്യാസമുള്ള കേരളത്തെ പോലെ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല, ഈ കേരളം ഉണ്ടായിരുന്നില്ലെങ്കിൽ.